അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നലത്തെ നോമ്പ് തുറ വിശേഷം. കുട്ടികൾക്ക് ഒരു പിസ്സ മതി എന്ന് പറഞ്ഞ് എണ്ണക്കടിയൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 5 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. അത് ചെറു ചൂടുള്ള പാൽ. അതിൽ നമ്മൾ പൗഡർ ഈസ്റ്റ് ഇല്ലേ അത് കലക്കി വെക്കുക. പിന്നെ 2 കപ്പ് മൈദ, ഒരു കോഴിമുട്ട, പാകത്തിന് ഉപ്പ്, ഒരു ഇത്തിരി തൈര് ആവശ്യമില്ല, എന്നാലും ഇത്തിരി തൈര് ഒഴിച്ചെടുത്ത് എന്നിട്ട് ഒന്ന് പിന്നെ നല്ലപോലെ കൈ അടി വെച്ച് നല്ലോണം പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടി നല്ലോണം തണിമലിട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ പിന്നെ ഇതിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പൗഡർ ഈസ്റ്റ് ഇടുമ്പോൾ നമ്മൾ അരമണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും. ചെറു ചൂടുള്ള പാലിൽ ഈസ്റ്റ് കലക്കി വെച്ചാൽ നമുക്ക് പിസ്സൻ്റെ ഡോ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇത് കുഴച്ചെടുക്കലാണ് പ്രധാനം. നല്ലോണം കൈ വെച്ച് കുഴച്ചെടുക്കണം. അതിൽ ഒട്ടും കട്ടയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല പ്ലെയിനായിട്ട് കുഴച്ചെടുക്കണം. ഇനി കുറേ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അളവ് കൂട്ടിയെടുക്കുക. പിന്നെ ഡോ നേരെ പകുതിയാക്കിയിട്ട് കുഴച്ചെടുക്കുക. ഒന്നിച്ച് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ വേണ്ടത് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആവശ്യമുള്ള പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ പിന്നെ ക്യാപ്സിക്കം, കാബേജ്, അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് കുറേ ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുറച്ചായിരിക്കും ഇഷ്ടമുള്ള. ഓരോരോ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് എടുക്കുക. പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്നും കൂടി കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാൻ നമ്മളെ കേക്ക് ടിന്നുണ്ടല്ലോ അതിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പിന്നെ സോസാണ്. നല്ല കളറുണ്ട്. കുറച്ച് ബീട്രൂട്ട് കുറച്ച് കൂടുതൽ ഇട്ടെടുത്തതാണ്. ഞാനൊരു പച്ച ക്യാപ്സിക്കവും വയലറ്റ് കാബേജ്, പിന്നെ ഒരു തക്കാളീൻ്റെ മേലത്തെ തൊളി ഉണ്ടല്ലോ അത് മാത്രം എടുത്തത്. പിന്നെ സോസ് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ കുരുമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ചിക്കൻ വെച്ച് കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് മൊസറല്ല ചീസും ചിരണ്ടിയിട്ട് കൊടുക്കുക. ചീസ് കുറച്ച് കൂടുതലിടുന്നത് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലിട്ട് കൊടുക്കുക. ചീസ് കുറച്ച് കൂടുതലാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുക്കുക. അത്രയും സമയം വെക്കണ്ടു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്